യൂണിയൻ ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുമ്പോൾ സാരിയും ശ്രദ്ധേയമാകുന്നു. കാരണം ചരിത്രവും പാരമ്പര്യവും ഇഴചേരുന്ന സാരികളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മന്ത്രി ധരിച്ചത്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ഒട്ടേറെ പ്രത്യേകതകളും ചരിത്രം വിളിച്ചോതുന്നതുമായ സാരി ധരിച്ചാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് എത്തിയത്. ബി.ജെ.പിയിലെ തുറുപ്പുചീട്ട് തന്നെയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, പേപ്പറില്ലാതെ അച്ചടിച്ച കോപ്പിയില്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി. അങ്ങനെ നിർമ്മല സീതാരാമനെ കാത്തിരിക്കുന്നത് ഇനിയും പുത്തൻ റെക്കോർഡുകളുടെ നീണ്ട നിര തന്നെയാണ്. മുൻ ധനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡ് നിർമ്മല സീതാരാമൻ മറികടന്നാണ് മുന്നേറിയത്. 2019 തുകൽപ്പെട്ടിയിൽ പത്രാസോടെ എത്തിയിരുന്ന ബജറ്റിനെ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ചരടിൽ കെട്ടി ഏവരും ഞെട്ടിച്ച ചരിത്രമാറ്റം കൊണ്ടുവന്ന ധനമന്ത്രിയാണ് നിർമ്മല. പിന്നീട് 2021-22 വർഷം മുതൽ ബജറ്റ് രേഖകൾ ടാബിലാക്കി അതിനെ അശോക സ്തംഭം പതിപ്പിച്ച ചുവന്ന കവറിലാക്കിയും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇതിലെല്ലാം ഇടക്കാല ബജറ്റിലെ പരിമിതികളുണ്ടെങ്കിലും വോട്ടിനായുള്ള നിർമ്മല ബുദ്ധി ഒളിഞ്ഞും തെളിഞ്ഞും ബി.ജെ.പിക്കൊപ്പമുണ്ടായിരുന്നു. നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനമന്ത്രിയാകുന്നത് 2019 മെയ് മാസത്തിലാണ്. നിർമ്മല രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് UK അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിലും BBC വേൾഡ് സർവീസിലും ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും നിർമ്മല സീതാരാമൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റായിരുന്നു. തുടർച്ചയായി 9ാം തവണയാണ് ബജറ്റ് അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. 1999 ശേഷം ബഡ്ജറ്റ് അവതരണം ഞായറാഴ്ചയാണെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായിരുന്നു. എന്തായാലും മൂന്നാം ബജറ്റിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധരിച്ച വസ്ത്രവും ചില പ്രത്യേകതകളുണ്ട്. തന്റെ 9ാം ബജറ്റ് അവതരണ വേളയിൽ നിർമ്മല സീതാരാമൻ ധരിച്ച സാരി തമിഴ് പാരമ്പര്യം വിളിച്ചോതുന്ന കാഞ്ചീപുരം സാരി തന്നെയാണ്. രാജ്യത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെയും കരകൗശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വോക്കൽ ഫോർ ലോക്കൽ നയത്തിനനുസൃതമായാണ് ധനമന്ത്രിയുടെ ഇത്തവണത്തെയും കൈത്തറി വസ്ത്രം ധരിച്ച ബജറ്റ് അവതരിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയാണ് നിർമ്മല തിരഞ്ഞെടുത്തത്. തമിഴ്നാടിന്റെ പരമ്പരാഗത നെയ്ത്ത് പാരമ്പര്യത്തെ എടുത്തു കാട്ടുന്നതാണ് കാഞ്ചീപുരം സാരി. മെറൂൺ, സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈനുകളോടുകൂടിയാണ് ഈ സാരിയുള്ളത്. ഇതിനൊപ്പം മഞ്ഞ ബ്ലൗസാണ് നിർമ്മല സീതാരാമൻ ധരിച്ചത്. 2019 മുതൽ ബജറ്റ് ദിവസം ധരിക്കുന്ന സാരികൾ എന്നും ശ്രദ്ധ നേടാറുണ്ട്. മംഗൽഗിരി സാരിയാണ് 2019 ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉടുത്തത്. തിളക്കമുള്ള മഞ്ഞ സ്വർണ്ണ സിൽക്ക് സാരിയാണ് 2020. 2021 ഇക്കാത്ത് പാറ്റേണുകളുള്ള ചുവപ്പ് ഓഫ് വൈറ്റ് സിൽക്ക് പോച്ചോമ്പള്ളി സാരിയാണ് ധരിച്ചത്. 2022 ഓഫ് വൈറ്റ് ബോർഡറുള്ള റസ്റ്റ് ബ്രൗൺ ബോങ്കായ് സാരിയാണ്. ബോങ്കായ് ഒഡീഷ എന്ന ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ നിന്നുള്ള തവിട്ട് നിറത്തിലുള്ള ബോങ്കോയ് സാരിയായിരുന്നു 2022 വേഷം. ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലധികം ത്രെഡ് വർക്കുകൾ ഉണ്ടാകും. 2023 കർണാടകയിൽ നിന്നുള്ള ടെമ്പിൾ ബോർഡർ സിൽക്ക് സാരിയാണ് തെരഞ്ഞെടുത്തത്. പരമ്പരാഗത ക്ഷേത്ര മാതൃകയിലുള്ള മെറൂൺ നിറത്തിലുള്ള സാരിയായിരുന്നു അത്. കർണാടകയുടെ നെയ്ത്ത് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ക്ലാസിക് ദക്ഷിണേന്ത്യൻ ഡിസൈനുകളും സാരിയിലുണ്ടായിരുന്നു. 24 ഇടക്കാല ബജറ്റിനു വേണ്ടി എത്തിയപ്പോൾ കാന്ത തുന്നലുള്ള ടസാർ സിൽക്ക് പശ്ചിമ ബംഗാളിലെ സാരിയാണ്. അതായത് കാന്ത എംബ്രോയിഡറി കൊണ്ട് അലങ്കരിച്ച നീല ടസാർ സിൽക്ക് സാരിയായിരുന്നു അന്ന് ധരിച്ചത്. ഈ സാരിയിൽ ഹാൻഡ് വർക്കുകൾ കുറേയധികം ഉണ്ടാകും. തിളക്കമാർന്ന മജന്ത ബോർഡറുള്ള മനോഹരമായ ഓഫ് വൈറ്റ് മംഗൽഗിരി സാരിയാണ് 2024 ധനമന്ത്രി ധരിച്ചിരുന്നത്. 2025 മധുബനി ആർട്ട് സാരി ബീഹാർ, മീൻ, താമര തുടങ്ങിയ മധുബനി രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ച വെളുത്ത നിറത്തിലുള്ള കൈത്തറി പട്ട് സാരിയാണിത്. ബീഹാറിലെ നാടോടിക്കലകളെയും സ്ത്രീ കരകൗശലത്തെയുമാണ് ഇതുവഴി ധനമന്ത്രി ആദരിച്ചത്. എന്നാൽ ഇത്തവണ ഒട്ടേറെ പ്രത്യേകതകളും ചരിത്രം വിളിച്ചോതുന്നതുമായ സാരിയാണ് ധനമന്ത്രി തെരഞ്ഞെടുത്തതും. ഓരോ സാരിക്കും പറയാനുള്ളത് ഓരോ കാലഘട്ടത്തിന്റെ കഥകളും ധാരാളം മനുഷ്യരുടെ ജീവിതവും പ്രയത്നവുമാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് ഉദയം കൊണ്ട കാഞ്ചീവരം സാരികളുടെ ചരിത്രവും പേറിയാണ് ഈ ബജറ്റ് ധനമന്ത്രി ലോക്സഭയിലെത്തിയത്. തമിഴ്നാട്ടിൽ കട്ടം എന്നറിയപ്പെടുന്ന ഇളം സ്വർണ്ണ തവിട്ട് നിറത്തിലുള്ള ചെക്കുകളും കോഫി ബ്രൗൺ ബോർഡറുകളുള്ള പർപ്പിൾ നിറത്തിലുള്ള കട്ടം കാഞ്ചീപുരം സാരിയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.